വിൻഷോർ കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശങ്കരാചാര്യരുടെ ജീവചരിത്രത്തിൻ്റെ പാർട്ട് 2 ആണ് പറയാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കേട്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആചാര്യനും ശിഷ്യന്മാരും ബദരികാശ്രമത്തിലെത്തി അവിടെ ബദരീനാഥൻ്റെ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ആ ക്ഷേത്രത്തിൽ സാളഗ്രാമ പൂജയായിരുന്നു. വിഷ്ണുവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സാളഗ്രാമ കല്ല് പൂജിക്കുന്നത്. എങ്കിലും ആചാര്യൻ ചോദിച്ചു, ഇവിടെ ഋഷിമാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം എവിടെയാണ്? ഇത് കേട്ടപ്പോൾ അവിടെ കൂടി നിന്നവരൊക്കെ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർക്ക് അതൊരു പുതിയ അറിവാണ്. അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ഭക്തന്മാരിൽ വൃദ്ധ താപസന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ശരിയാണ്, ആചാര്യൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരു വിഗ്രഹം, നാരായണ വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ചൈനക്കാരായ കൊള്ളക്കാരുടെ ആക്രമണത്തെ തുടർന്ന് ആ വിഗ്രഹം ഗംഗാനദിയിൽ ഭദ്രമായി നിക്ഷേപിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അത് തിരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അത് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇത് കേട്ട് സർവജ്ഞാനിയായ ആചാര്യൻ കുറച്ചു സമയം ധ്യാനത്തിലിരുന്നു. എന്നിട്ട് നാരദകുണ്ടത്തിനരികിലേക്ക് ചെന്നു. അത് കണ്ടപ്പോൾ കൂടെ നിന്നവര് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അദ്ദേഹം നദിയിലേക്ക് ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞു, അരുത്, അത് നിലയില്ല കയമാണ്. കാരണം അളകനന്ദയുടെ സംഗമ സ്ഥാനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയമായിരുന്നു. പക്ഷേ ആചാര്യൻ ഇതൊന്നും കേട്ടതായി ഭാവിക്കാതെ സമാധി ഭാവത്തിൽ നദിയിലേക്കിറങ്ങി. മുങ്ങി നിവർന്നപ്പോൾ ബദരീനാഥന്റെ ആ ഒരു വിഗ്രഹം കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ആ വിഗ്രഹത്തിന്റെ വലതുഭാഗം ഭഗ്നമായ നിലയിലായിരുന്നു. അത് കണ്ടപ്പോൾ ആചാര്യൻ കുറച്ചു സമയം ഒന്ന് ധ്യാനത്തിലായതിനു ശേഷം ആ വിഗ്രഹം വീണ്ടും നദിയിലേക്കെറിഞ്ഞു. വീണ്ടും മുങ്ങി നിവർന്നപ്പോൾ അതേ വിഗ്രഹമായിരുന്നു കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ മൊത്തത്തിൽ 3 പ്രാവശ്യം മുങ്ങി നിവർന്നപ്പോഴും അതേ വിഗ്രഹമായിരുന്നു കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട് ആചാര്യൻ അവിടെ നിന്ന് എല്ലാവരോടുമായി പറഞ്ഞു, ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. അതുകൊണ്ട് ഈ വിഗ്രഹം ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് പൂജിക്കാം എന്നും പറഞ്ഞ് ഭക്തി പാരവശ്യത്തോടു കൂടി ആ വിഗ്രഹത്തെയും ചുമലിലേറ്റി ആചാര്യൻ നടന്നു. ഇതറിഞ്ഞ് ഒരു വലിയ ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടി. അവിടുത്തെ രാജാവിൻ്റെയും സാന്നിധ്യത്തിൽ ആ ഒരു ക്ഷേത്രത്തിലെ ബദരീനാഥന്റെ ആ ഒരു പുനഃപ്രതിഷ്ഠാ കർമ്മം വളരെ ഭംഗിയായി തന്നെ നടന്നു. അവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്നും സർവജ്ഞനായ ഒരാളെ നിയോഗിച്ചതും ആചാര്യൻ തന്നെയായിരുന്നു. അതിനുശേഷം ആചാര്യൻ അവിടുത്തെ വ്യാസതീർത്ഥത്തിൽ ഇരുന്ന് ഉപനിഷത്തുകൾക്ക് ഭാഷ്യമൊക്കെ എഴുതാനുള്ള ആ ഒരു സമയം കണ്ടെത്തുകയായിരുന്നു. ഇവിടെ ഇരുന്നായിരുന്നു ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രം തുടങ്ങിയവയ്ക്കുമൊക്കെ ഭാഷ്യം എഴുതിയത്. പിന്നീട് ആചാര്യനും ശിഷ്യന്മാരും ഉത്തരകാശിയിലെത്തി. ആ ഒരു സമയത്ത് ആചാര്യന് 16 വയസ്സായിരുന്നു. ആചാര്യന്റെ ബാല്യകാല സുഹൃത്തായ ചിത്സുകന് ആചാര്യന് അല്പായുസ് മാത്രമേ ഉണ്ടായിരിക്കൂ എന്നുള്ള ആ ഒരു സത്യം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിൽ ആചാര്യൻ തീരെ ഒരു മൗനിയായി ഇരിക്കുകയായിരുന്നു. ആചാര്യന്റെ ഈ ഒരു മാറ്റം ചിത്സുകൻ ശ്രദ്ധിച്ചിരുന്നു. ചിത്സുകന് അറിയാമായിരുന്നു ആചാര്യൻ ദേഹം വെടിയാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളത് ചിത്സുകൻ മനസ്സിൽ കണ്ടു. ആചാര്യനാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒന്ന് മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആചാര്യന് ഒരു സ്വപ്നദർശനം കിട്ടിയെന്നും വ്യാസഭഗവാൻ ആചാര്യനോട് സ്വപ്നത്തിൽ സംസാരിച്ചു എന്നും തൻ്റെ ആ ഒരു ദേഹവിയോഗത്തിനുള്ള സമയമായിട്ടില്ല, ഇനിയും ഒരു 16 വർഷക്കാലം ജീവിക്കാൻ ഉണ്ട് എന്നൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആചാര്യൻ കൂടുതൽ ഉന്മേഷവാനായി തീർന്നു. ഈ ഒരു യാത്രാവേളയിൽ ആചാര്യന് സുരേശ്വരാചാര്യർ എന്നുള്ള ഒരു ശിഷ്യനും കൂടി കിട്ടി. അന്നത്തെ കാലത്ത് വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു നരബലി. ഭൈരവ സമ്പ്രദായമായ നരബലിയും അക്കൂട്ടത്തിൽ പ്രധാനമായിരുന്നു.
ആചാര്യൻ്റെ ദിഗ്വിജയ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിനോട് പിന്തുണയ്ക്കുന്നവരും ഉണ്ടായിരുന്നു, അതുപോലെ ശത്രുത പുലർത്തിയവരും ഉണ്ടായിരുന്നു. ആചാര്യൻ്റെ വാക്കുകൾ തീരെ യോജിക്കാത്തവരും അക്കൂട്ടത്തിൽ പെടുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ക്രകച ഭൈരവൻ. കാപാലിക സംഘത്തിൻ്റെ നേതാവായ ക്രകച ഭൈരവൻ ആചാര്യനെ കൊല്ലണം എന്ന് തന്നെ തീരുമാനിച്ചു. എന്നിട്ട് വളരെ സൂത്രശാലിയായി ആചാര്യനോട് തന്നെ ശിഷ്യനാക്കണം എന്ന് വളരെ തന്ത്രപരമായി ആചാര്യനോട് പറഞ്ഞ് അങ്ങനെ ആചാര്യൻ്റെ കൂടെ തന്നെ പറ്റിക്കൂടി. ആചാര്യനാകട്ടെ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കാതെ അദ്ദേഹത്തിന് ശിഷ്യത്വം നൽകി. അങ്ങനെ കുറച്ചുനാൾ അവിടെ കഴിഞ്ഞുകൂടി. തൻ്റെ മേൽ മറ്റാരുടെയും ശ്രദ്ധ പതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം വളരെ തന്ത്രപരമായി തൻ്റെ ആവശ്യം ആചാര്യനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൈരവ സമ്പ്രദായത്തിൽ നരബലിയൊക്കെ ചെയ്ത് സാധന അനുഷ്ഠിക്കുന്ന ആളാണ്. എനിക്ക് ഈ ശരീരത്തോടു കൂടി തന്നെ കൈലാസത്തിലെത്താനും സാക്ഷാൽ ഭൈരവനെ ദർശിക്കാനുമുള്ള ആ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടി സർവജ്ഞാനിയായ ഒരാളുടെ തല ബലി നൽകണം. അതിന് ഏറ്റവും യോജ്യമായിട്ടുള്ള ആള് അങ്ങാണ്. അതുകൊണ്ട് ദയവായി എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. ആചാര്യൻ പറഞ്ഞു, ശരി, ഞാൻ വരാം. പക്ഷേ കൂടെയുള്ള ആരോടും ഇക്കാര്യം പറയരുത്. അവർ അറിഞ്ഞാൽ ഇതിന് സമ്മതിക്കില്ല. അടുത്തു വരുന്ന അമാവാസി നാളിൽ ബലിക്കായി ആചാര്യനോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ നാള് വന്നെത്തി. ആചാര്യന് ഒരു ഭാവവ്യത്യാസവുമില്ല. അന്ന് അർദ്ധരാത്രിയിൽ ആചാര്യൻ ധ്യാനത്തിലിരിക്കുന്നത് കണ്ടപ്പോഴാണ് പത്മപാദറും ശിഷ്യന്മാരുമൊക്കെ തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആചാര്യൻ്റെ അടുത്തു നിന്നും മാറിയത്. രാത്രി ഒരുപാട് വൈകിയപ്പോൾ ആചാര്യൻ ആരോടും പറയാതെ തൻ്റെ കമണ്ഡലവും ദണ്ഡുമെടുത്ത് കാട്ടിലേക്ക് പോയി. കാപാലിക സംഘത്തെ കണ്ടപ്പോൾ താൻ ബലിക്ക് ഒരുക്കമാണെന്ന് പറഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ആചാര്യൻ സമാധി ഭാവത്തിലിരുന്നു. എന്നാൽ ഇതേ സമയം പത്മപാദർക്ക് പെട്ടെന്ന് ഉറക്കത്തിലൊരു ഉൾവിളി ഉണ്ടാവുകയും ഞെട്ടിയുണർന്ന് ആചാര്യൻ നേരത്തെ കണ്ട സ്ഥലത്ത് പോയി നോക്കുകയും ചെയ്തു. അവിടെ ആചാര്യനെ കണ്ടില്ല. പത്മപാദർ ഒരു നരസിംഹമൂർത്തി ഉപാസകൻ കൂടിയായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നരസിംഹമൂർത്തി മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടു. പെട്ടെന്ന് തന്നെ നരസിംഹമൂർത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ആവിർഭവിച്ചു. ഉടനെ തന്നെ നരസിംഹമൂർത്തി ആയിട്ട് തന്നെ കാട്ടിലേക്ക് ഓടുകയാണ്. അത് വളരെ കൃത്യമായി ആ ഒരു സമയത്ത് തന്നെ ഭഗവാൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചതുപോലെ പത്മപാദർ അവിടെ എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ ആചാര്യൻ്റെ തല വെട്ടാനൊരുങ്ങുന്ന ഭൈരവനെയാണ് കണ്ടത്. തൻ്റെ ആ ഒരു തീവ്രമായ നോട്ടം പതിച്ചപ്പോൾ തന്നെ ആചാര്യൻ്റെ തല വെട്ടാനൊരുങ്ങിയ അതേ വാളുകൊണ്ട് സ്വയം വെട്ടി മരിക്കുകയാണ് ഭൈരവൻ. അതാണ് നരസിംഹമൂർത്തിയുടെ പ്രഭാവം. ആ ഒരു ഭാവം പത്മപാദറിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ചെയ്തത്. മറ്റുള്ള കാപാലി സംഘങ്ങളൊക്കെ പേടിച്ച് ഓടിപ്പോയി. പത്മപാദറിൻ്റെ മറ്റ് ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഓടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആർക്കും എന്താണ് പത്മപാദർക്ക് സംഭവിച്ചെന്ന് മനസ്സിലായില്ല. പത്മപാദർക്ക് പോലും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. ഒടുവിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സന്യാസി വര്യൻ അദ്ദേഹത്തെ തൊട്ടപ്പോഴാണ് പത്മപാദർ പൂർവ്വസ്ഥിതിയിലായത്. അപ്പോഴും ഇത്രയും സമയം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആചാര്യനാകട്ടെ വളരെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നും നടന്നു നീങ്ങി. ആചാര്യൻ്റെയും ശിഷ്യന്മാരുടെയും പിന്നീടുള്ള യാത്രാവേളയിൽ മൂകാംബിക ദർശനം നടത്തി അവിടെ നിന്നും ശ്രീബലി എന്നുള്ള ഒരു സ്ഥലത്തെത്തി. ആ ഒരു സ്ഥലത്തെത്തിയ ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ശിഷ്യനെ കൂടി അദ്ദേഹത്തിന് ലഭിച്ചു. ഹസ്താമലകൻ എന്നായിരുന്നു ആ ശിഷ്യന് ആചാര്യൻ നൽകിയ പേര്. അതുപോലെ ആചാര്യനെ സേവിക്കാൻ വേണ്ടി മാത്രം ആചാര്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു ഗിരി. ആചാര്യൻ പാഠം പഠിപ്പിക്കുമ്പോഴൊക്കെ അവിടെ വന്നിരിക്കും ഗിരി. പക്ഷേ ഒന്നും മനസ്സിലാവില്ല. എങ്കിലും അദ്ദേഹത്തിന് ഒരു മടുപ്പും കൂടാതെ വളരെ ശ്രദ്ധയോടുകൂടി ആചാര്യൻ്റെ മുമ്പിലിരിക്കും. ആചാര്യനാണെങ്കിൽ ഗിരിയെ ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ ഒരു ദിവസം ആചാര്യൻ പാഠം തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഗിരി
അദ്ദേഹത്തിൻ്റെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആചാര്യൻ പാഠം തുടങ്ങുന്നതേയില്ല. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു, എന്താണ് അങ്ങ് പാഠം തുടങ്ങാത്തത്? അപ്പോൾ ആചാര്യൻ പറഞ്ഞു, എൻ്റെ പ്രിയ ശിഷ്യനായ ഗിരി എത്തിയില്ലല്ലോ, ഗിരി എത്തിയാൽ തുടങ്ങാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഗിരി വന്നിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിന് എന്ത് മനസ്സിലാവാനാണ്? ഇത് കേട്ടപ്പോൾ ആചാര്യന് പെട്ടെന്നൊരു ഭാവവ്യത്യാസം വന്നു. അദ്ദേഹം ധ്യാനത്തിലിരുന്നു. തൻ്റെ ഉള്ളിലുള്ള താൻ ആർജിച്ചെടുത്ത പല അറിവുകളും ആചാര്യൻ ശിഷ്യനായ ഗിരിയിലേക്ക് പകർന്നു നൽകി. അതേസമയം തന്നെ തുണി അലക്കിക്കൊണ്ടിരുന്ന ഗിരി പെട്ടെന്നൊന്ന് നിശ്ചലമായി. അടുത്ത നിമിഷം തന്നെ ഗിരി പൂർവ്വസ്ഥിതിയിലാവുകയും ആചാര്യൻ്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. ആചാര്യനെയും ശിഷ്യന്മാരെയും കണ്ടപ്പോൾ തന്നെ ഗിരി ഒന്ന് വണങ്ങി. പെട്ടെന്ന് തന്നെ തോടക വൃത്തത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ മന്ത്രങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുകയും ആചാര്യൻ്റെ മുൻപിൽ ആലപിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അവിടെ കൂടി ഇരുന്ന മറ്റ് ശിഷ്യന്മാർക്കൊക്കെ ആകെ അത്ഭുതമായി. ആചാര്യൻ പെട്ടെന്ന് തന്നെ ഗിരിയെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു, ഇനി നീ തോടകാചാര്യൻ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെയാണ് തോടകാചാര്യൻ എന്നുള്ള പേര് ആ ഒരു ശിഷ്യന് ലഭിച്ചത്. ഒരിക്കൽ ആചാര്യൻ പാഠം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് സമാധിസ്ഥനായി. ആ ഒരു സമയത്ത് അദ്ദേഹം കുറേ സമയം ധ്യാനത്തിലായി. പെട്ടെന്ന് തന്നെ ധ്യാനത്തിൽ നിന്നും ഉണർന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകണം, അമ്മയെ കാണാനുള്ള സമയമായിരിക്കുന്നു. അത്രയും പറഞ്ഞ് തൻ്റെ ബാല്യകാല സുഹൃത്തായ ചിൽസുകിനെയും കൂട്ടി കാലടിയിലേക്ക് പുറപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്മയെ കാണുന്നത്. ആ ഒരു തിടുക്കത്തിൽ തന്നെ വളരെ പെട്ടെന്ന് കാലടിയിലേക്ക് എത്തുകയും ചെയ്തു. സാധാരണ കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ് കാലടിയിലേക്ക് എത്തേണ്ടത്. പക്ഷേ എന്തോ ഒരു മായാപ്രഭാവം കാരണം വളരെ ഒരു മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആചാര്യനും ചിൽസുകനും കാലടിയിൽ എത്തിച്ചേർന്നു. അതാണ് ഭഗവാന്റെ ആ ഒരു മായാപ്രഭാവം. കുറച്ചുനാൾ അമ്മയുടെ കൂടെ കൂടി അമ്മയ്ക്ക് എല്ലാവിധ സന്തോഷങ്ങളും നൽകാൻ ആചാര്യന് സാധിച്ചു. അവസാനം അമ്മയുടെ അന്ത്യനിമിഷം എത്തുകയാണ്. അമ്മ ഭഗവാൻ കൃഷ്ണനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പറയുകയും ആചാര്യൻ ആ ഒരു ആഗ്രഹം അമ്മയുടെ ആ ഒരു ഹൃദയത്തിൽ അനുഭവം വേദ്യമാക്കുകയും ചെയ്തു. അതോടുകൂടി അമ്മയുടെ ആ ഒരു കണ്ണുകൾ അടഞ്ഞു. അങ്ങനെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ആചാര്യൻ ഒരുങ്ങുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, സന്യാസിയായ താങ്കൾക്ക് ഇങ്ങനെയൊരു കർമ്മം ചെയ്യാൻ പാടില്ല. പക്ഷേ ആചാര്യൻ പറഞ്ഞു, അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. അതുകൊണ്ട് ഈ ഒരു കർമ്മം ഞാനല്ലാതെ മറ്റാര് ചെയ്യാനാണ്? അങ്ങനെ ആചാര്യൻ അമ്മയുടെ എല്ലാവിധ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ യാത്ര പിന്നെയും തുടർന്നു. ആചാര്യനും ശിഷ്യന്മാരും തങ്ങളുടെ യാത്ര ഭാരതം മുഴുവനും തുടർന്നു. തങ്ങൾ ആർജിച്ചെടുത്ത ആ ഒരു അറിവുകൾ ഭാരതം മുഴുവനും പകർന്നു നൽകി. അവസാനം കാശ്മീർ ദേശത്തെ ശാരദാ ക്ഷേത്രത്തിൽ സർവജ്ഞപീഠം കയറി. എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്വൈത വേദാന്തത്തിൻ്റെ അലയലികൾ മുഴക്കിയാണ് ആചാര്യൻ്റെ ആ ഒരു ദിഗ്വിജയ യാത്ര അവസാനിച്ചത്. അപ്പോഴേക്കും ആചാര്യർക്ക് 32 വയസ്സ് പൂർത്തിയാകാറായിരിക്കുന്നു. ഈ ലോകം വിട്ടു പോകാനുള്ള ഒരുക്കങ്ങൾ ആചാര്യർ തുടങ്ങിക്കഴിഞ്ഞു. ആചാര്യൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങൾ 4 പേർ, പത്മപാദർ, സുരേശ്വരാചാര്യർ, ചിൽസുകൻ, ഹസ്താമലകൻ, നിങ്ങൾ 4 പേരും ചേർന്ന് ഭാരതത്തിൻ്റെ 4 ദേശങ്ങളിലായി മഠങ്ങൾ സ്ഥാപിച്ച് അവിടെ അതിൻ്റെ അധിപതികളായിട്ട് തുടരണം. അത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അപ്പോൾ അങ്ങ് എന്താണ് ചെയ്യുന്നത്? അങ്ങ് എവിടേക്കാണ് പോകുന്നത്? അങ്ങ് എവിടെയാണ് ഉണ്ടാവുക? അത് കേട്ടപ്പോൾ ആചാര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എല്ലാ കാലത്തും മുഴങ്ങി അങ്ങനെ നിൽക്കും. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവതുല്യനായി കാണും. ഇത്രയും പറഞ്ഞ് ആചാര്യൻ സമാധിസ്ഥനായി. ആത്മതീർത്ഥം എന്ന പേരിൽ ശങ്കരാചാര്യരുടെ ജീവചരിത്രം എഴുതിയ
നെച്ചൂർ ശ്രീ വെങ്കിട്ടരാമൻ അവர்களுടെ ഈ ഒരു പുസ്തകമാണ് ഈ ഒരു ആശയമൊക്കെ എന്നിൽ പറയാൻ വേണ്ടി സഹായിച്ചത്. ഇതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്, പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശങ്കരാചാര്യരുടെ ഈ ഒരു ജീവചരിത്രം പറയാൻ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ശങ്കരാചാര്യരുടെ ഈ ഒരു ജീവചരിത്രം വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.